നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. മണ്ഡലകാലം തുടങ്ങിയിട്ടും അയ്യപ്പന്മാർക്ക് ഇടത്താവളമൊരുക്കാത്ത പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തം. അയ്യപ്പന്മാർക്ക് സൌകര്യമൊരുക്കാൻ ഫണ്ടില്ലെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. അസൌകര്യങ്ങൾ ഏറെയെന്ന് അന്യസംസ്ഥാന തീർത്ഥാടകർ. പത്തനാപുരം താലൂക്ക് സമാജം അസ്ഥിരപ്പെടുത്തി പത്തനാപുരം താലൂക്ക് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് പ്രസിഡന്റിന്റെ അറിവോടെ എന്ന് മാനേജർ എബ്രഹാം ജോർജ്. 100 കോടിയുടെ അഴിമതി നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും എബ്രഹാം ജോർജ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ സിപിഐയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നു. കൊട്ടാരക്കരയിൽ ബാറ്റ ഷോറൂമിൽ മോഷണം. വാർത്തകൾ വിശദമായി. മണ്ഡലകാലം തുടങ്ങിയിട്ടും പത്തനാപുരത്ത് അയ്യപ്പന്മാർക്ക് ഇടത്താവളം ഒരുക്കാത്ത പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമായി. വേറെ വഴിയില്ലാത്തതിനാൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തെ ആശ്രയിക്കുകയാണ് അന്യസംസ്ഥാന അയ്യപ്പന്മാർ. അയ്യപ്പ ഭക്തന്മാർക്ക് ഇടത്താവളമൊരുക്കാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വിമുഖത കാട്ടുന്നതായുള്ള ആക്ഷേപം ശക്തമായി. മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ പത്തനാപുരത്ത് അയ്യപ്പ ഭക്തർക്കായി ഇടത്താവളമൊരുക്കണമെന്ന് വിവിധ ഹൈന്ദവ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് ചെവിക്കൊള്ളുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല. പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ ഇടത്താവളത്തിനായി മുറവിളി കൂട്ടിയെങ്കിലും അതും വൃഥാവിലായി. ഇടത്താവളമൊരുക്കാനായി പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് വക കൊള്ളിച്ചെങ്കിലും അത് പിന്നീട് വക മാറ്റി ചെലവഴിക്കുകയാണ് ഉണ്ടായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളായ ഉസ്മാൻ സാഹിബും OM ജമാലും ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇടത്താവളത്തിനായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭജനയും പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ അയ്യപ്പ ഭക്തർക്ക് സൌകര്യമൊരുക്കാൻ ഇനിയെങ്കിലും തയ്യാറാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ പ്രതികരിച്ചത് ഇങ്ങനെ: ഗവൺമെന്റ് തന്നെ അങ്ങനെയുള്ള പഞ്ചായത്തുകൾക്ക് പ്രത്യേക ഫണ്ട് കൊടുക്കണം. ആ കൂട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിന് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് നമുക്ക് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താൻ പറ്റും. എങ്ങനെ നമ്മുടെ പഞ്ചായത്തിനെ കൂടി ആ തരത്തിൽ പരിഗണിക്കണം എന്ന് വേണേൽ പൊതുവായ പൊതുജന താല്പര്യം നമുക്ക് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാമല്ല. ഇത് നമ്മൾ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തോ മറ്റേതെങ്കിലും സർക്കാർ ഏജൻസികളോ അയ്യപ്പ ഭക്തർക്കായി സൌകര്യമൊന്നും പത്തനാപുരത്ത് ഒരുക്കിയിട്ടില്ല. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സ്വാമിമാർ പത്തനാപുരം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തെയാണ് തൽക്കാലം ആശ്രയിക്കുന്നത്. സൌകര്യമൊരുക്കാത്ത അധികൃതർക്കെതിരെ സ്വാമിമാരും പ്രതികരിച്ചു. difficulties in the amenities which is available. So if Kerala government supports by providing sufficient shelters, restrooms and wash areas and to dispose the wastage, it will be very nice for all the devotees who come and go from Chennai or any other part of India. News Bureau, പത്തനാപുരം. തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ എണ്ണം നോക്കിയല്ല തന്റെ മണ്ഡലത്തിൽ വികസനത്തിന് ഫണ്ട് നൽകിയതെന്ന് MP N പീതാംബരക്കുറുപ്പ്. ഒറ്റക്കൽ ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ എനിക്ക് എത്ര വോട്ട് കിട്ടി എന്ന് നോക്കിയല്ല വികസനത്തിന് പണം ചെലവാക്കിയത് കഴിയുന്നു. നിങ്ങളോട് ഞാൻ വിനയത്തോടെ പറയുന്നു, കഴിഞ്ഞ 40 വർഷക്കാലം കൊണ്ട്, അതായത് പുനലൂരും ചടയമംഗലവും ഇല്ലാത്ത കൊല്ലക്കാലം കൊണ്ട് കൊല്ലം ജില്ലയ്ക്ക് കൊല്ലത്തിന് ലഭിച്ച കേന്ദ്ര ഫണ്ടിന്റെ എത്രയോ ഇരട്ടി ഈ 4 കൊല്ലം കൊണ്ട് കൊല്ലത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളറിയാം. 1545 കോടി രൂപയാണ് പാരിപ്പള്ളിയിലെ ESI മെഡിക്കൽ കോളേജ് എന്ന് നിങ്ങൾ അറിയണം. ഞാൻ MP എന്ന നിലയ്ക്ക് MP ആയി ഉടനെ തന്നെ ആ ബോർഡിലെ മെമ്പറായി. അതിന്റെ മന്ത്രി, ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ഖാർഗെ വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ നിരന്തരമായി കണ്ടും സംസാരിച്ചും ഇറങ്ങിയാണ് പാരിപ്പള്ളിയിലെ മെഡിക്കൽ കോളേജിന്റെ സാക്ഷ്യം കിട്ടിയത്. ചൊവ്വാഴ്ച ആശുപത്രി അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ഭാവിയിൽ കിടത്തി ചികിത്സ നൽകാൻ പാകത്തിൽ വികസന പദ്ധതികൾ ആശുപത്രിയിൽ കൊണ്ടുവരുമെന്ന് MP പറഞ്ഞു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷനായി. പദ്ധതി പൂർത്തീകരിക്കാൻ കാലതാമസം നേരിട്ടുവെന്നും കുറഞ്ഞത് 10 കിടക്കകൾ ഉൾപ്പെടുത്താവുന്ന പുതിയ ബ്ലോക്ക് MP അനുവദിക്കണമെന്നും K ശശിധരൻ അഭ്യർത്ഥിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VM സലീം, ചെല്ലപ്പൻ, ഉഷാകുമാരി, റീന സജീവ്, ഒറ്റക്കൽ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫക്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. അപ്രതീക്ഷിതമായി ഉണ്ടായ തുടർച്ചയായ മഴ കിഴക്കൻ മേഖലയെ കാര്യമായി ബാധിച്ചു.
പലയിടത്തും വെള്ളം കയറി, ചിലയിടങ്ങളിൽ റോഡ് തകർന്നു. മഴ വ്യാപാരികളെയും വലച്ചു. പുനലൂർ ബ്യൂറോയുടെ റിപ്പോർട്ട്. കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്തു പെയ്ത മഴയിൽ ജനജീവിതം ദുസ്സഹമായി. പാതി തകർന്നിരുന്ന റോഡുകൾ പലതും പൂർണ്ണമായും തകർന്നു. പലയിടത്തും വെള്ളം ക്രമാതീതമായി ഉയരുകയും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തിങ്കളാഴ്ച പെയ്ത മഴയിൽ മുള്ളിക്കാട് മഞ്ഞമൺകാല റോഡ് പൂർണ്ണമായും തകർന്നു. കാൽനടയാത്രികർക്ക് പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വൻ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ദുർബലമായിരുന്ന റോഡ് അതിശക്തമായ മഴയിൽ പൂർണ്ണമായും തകരുകയായിരുന്നു. നിരവധി തവണ റോഡ് നവീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ വിളക്കുടി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധാത്മകമായ നിലപാടാണ് പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മഴ കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 മാസം മുമ്പ് ഈ റോഡ് പഞ്ചായത്തിൽ നിന്ന് പണി ചെയ്ത് കുറച്ച് മണ്ണ് മേളിൽ നിന്ന് ഇളക്കി കൊണ്ടുവന്ന് താഴെ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഈ മഴ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ നേരത്തെ പോയി കിടന്ന് ഇപ്പോൾ ഈ മഴ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് കംപ്ലീറ്റ് മണ്ണങ്ങ് താഴെ പോയി. അപ്പോൾ ചെയ്ത പണിയെല്ലാം ഇതായിട്ട് ഇപ്പോൾ പരാതിയൊന്നും കൊടുത്തില്ല. മെമ്പർ ഇവിടെ വന്ന് നോക്കും, അവരുടെ അടുത്ത് പറയും, പോവുക എന്നുള്ളതേ ഉള്ളൂ. മേളിലിട്ടും ഒരു 10-20 വീടും ഇങ്ങനെ പാത ഇങ്ങനെ തന്നെ. പുനലൂർ MLA റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് വാഹനയാത്രികരെ വലയ്ക്കുകയാണ്. റോഡിൽ വെള്ളം കെട്ടിനിന്ന ചില ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്നു. പ്രധാന പാതയിലെ തിരക്കിൽ നിന്നൊഴിവാകാൻ നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന പാതയിൽ ചില ഭാഗങ്ങളിൽ കാൽനടയാത്രികർക്ക് പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വെള്ളക്കെട്ടായി. ഇരുചക്ര വാഹനങ്ങൾ നിരന്തരം ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട്. അപകടങ്ങൾ സ്ഥിരമായതിനെ തുടർന്ന് നാട്ടുകാർ റോഡിന്റെ വശത്തെ മൺതിട്ട വെട്ടിമാറ്റി വെട്ടിപ്പുഴ തോട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടിരുന്നു. എന്നാൽ റോഡിലെ വൻ കുഴികളിൽ വെള്ളം ഇപ്പോഴും കെട്ടിനിൽക്കുകയാണ്. അതിശക്തമായ മഴയിലും കാറ്റിലും പുനലൂർ KSRTC ജംഗ്ഷനിൽ ഇരുമ്പുതൂൺ റോഡിലേക്ക് വീണു. ചൊവ്വാഴ്ചയാണ് സംഭവം. മഴ സമയത്ത് റോഡിൽ തിരക്ക് കുറഞ്ഞിരുന്നതിനാൽ ആളപായം ഒഴിവായി. എന്നാൽ ഇരുമ്പുതൂൺ വീണത് ചെറിയ തോതിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് KSRTC ഡിപ്പോയിലേക്ക് വെളിച്ചം വീശുന്നതിന് ഘടിപ്പിച്ച തൂണാണ് റോഡിലേക്ക് വീണത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇരുമ്പ് കമ്പികൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. പുനലൂർ TB ജംഗ്ഷനിലെ മിനി പമ്പയിൽ അയ്യപ്പന്മാരെ പ്രതീക്ഷിച്ച് തമ്പടിച്ചിരിക്കുന്ന കച്ചവടക്കാർക്കും മഴ വില്ലനായി. മണ്ഡലകാലം പ്രമാണിച്ച് ലക്ഷങ്ങൾ മുതൽ മുടക്കി കച്ചവടം ആരംഭിച്ചവർ വീട്ടിലായിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി പെയ്യുന്ന മഴയും കാറ്റും മൂലം തീർത്ഥാടനം കഴിഞ്ഞെത്തുന്ന അയ്യപ്പ ഭക്തർ TB ജംഗ്ഷനിൽ തമ്പടിക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. മുൻവർഷങ്ങളിൽ റോഡുകളുടെ സ്ഥിതി മോശമായിരുന്നിട്ടും വൻ ഭക്തജന തിരക്കാണ് പുനലൂരിൽ അനുഭവപ്പെട്ടിരുന്നത്. മണ്ഡലകാല ആരംഭത്തിൽ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നന്നേ കുറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ മഴ കൂടി പെയ്യുന്നത് കച്ചവടക്കാരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ മഴയൊക്കെ ആയതുകൊണ്ട് സ്വാമിമാരൊക്കെ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം മഴയും വെള്ളം വണ്ടി നടത്താക്കത്തില്ല, വെള്ളം പോലും കുടിക്കാനോ കാണുന്ന രീതിയിൽ ഇപ്പം കച്ചവടമൊക്കെ വളരെ മോശമാണ്. കച്ചവടമൊന്നും നടക്കുന്നില്ല. ഇക്കൊണ്ട് ഇത് മഴയാണ് മനുഷ്യരെ ചതിക്കുന്നതെല്ലാം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും പഠന നിലവാരവും ഉയർത്താനുള്ള സമഗ്ര പരിപാടിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച പത്തനാപുരത്ത് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് 2013-2014 വർഷത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് പട്ടികജാതി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും പഠന നിലവാരവും ഉയർത്തുന്നതിനുള്ള സമഗ്ര പരിപാടി. വിദ്യാഭ്യാസ പുരോഗതി കരഗതമാക്കുക, ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിൽ പ്രാവീണ്യം കൈവരിക്കുക, കലാകായിക രംഗത്ത് നൈപുണ്യം നേടുക, LSS, USS പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുക, സയൻസ് ടാലന്റ് സെർച്ച് പരീക്ഷയിൽ മാറ്റുരയ്ക്കുക, രക്ഷിതാക്കളെ ബോധവത്കരിക്കുക, കുട്ടികളുടെ കഴിവും ശേഷിയും തിരിച്ചറിയുക തുടങ്ങി നിരവധി മേഖലകൾക്ക് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയിലൂടെ ഊന്നൽ നൽകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ, വൈസ് പ്രസിഡന്റ് K. ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AB അൻസാർ, രത്നമ എന്നിവർ പങ്കെടുത്തു. അത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ശാസ്ത്ര മേഖലകളിൽ, അതുപോലെ LSS, USS പരീക്ഷകളിൽ ഒക്കെ ഈ കുട്ടികൾ പിന്നോക്കം വരുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു പഞ്ചായത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കുട്ടികളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട്, അപ്പോൾ അങ്ങനെ ലക്ഷ്യമിടുമ്പോൾ തന്നെ ഇത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കണം, കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തണം, അങ്ങനെ ഒട്ടേറെ പരിപാടികളാണ് പഞ്ചായത്ത് ലക്ഷ്യമുള്ളത്. ഈ പ്രോജക്റ്റ് എഴുതിയപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിന് ലക്ഷ്യം അതായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം താലൂക്ക് സമാജം അസ്ഥിരപ്പെടുത്തി താലൂക്ക് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സ്ഥാപനമായി രജിസ്റ്റർ ചെയ്തത് നിലവിലുള്ള പ്രസിഡന്റിന്റെ അറിവോടെയാണെന്ന് മാനേജർ എബ്രഹാം ജോർജ് പറഞ്ഞു. തനിക്കെതിരായ ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനാപുരം താലൂക്ക് സമാജം അസ്ഥിരപ്പെടുത്തി പത്തനാപുരം താലൂക്ക് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തത് താലൂക്ക് സമാജം പ്രസിഡന്റ് പ്രൊഫസർ P. കൃഷ്ണൻകുട്ടിയുടെ അറിവോടെയാണെന്നും
തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും താലൂക്ക് സമാജം മാനേജർ എബ്രഹാം ജോർജ് പറഞ്ഞു. പത്തനാപുരം താലൂക്ക് സമാജം കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സമരപ്രഖ്യാപന സമ്മേളനം പുനലൂരിൽ സംഘടിപ്പിച്ചിരുന്നു. സമ്മേളനത്തിലും നേരത്തെയും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എബ്രഹാം ജോർജ്. നമ്മുടെ മുൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ പി കൃഷ്ണൻകുട്ടി മിക്കവാറുമുള്ള സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരു വാക്കുണ്ട്. മുങ്ങാറായ കപ്പലാണിത്. അത്തരത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന പത്തനാപുരം താലൂക്ക് സമാജം എന്ന പ്രസ്ഥാനം ആദ്യമായി എന്റെ കയ്യിൽ നിന്ന് സ്വന്തം കാശ് മുടക്കി ഹൈക്കോടതിയിൽ പോയി മുൻ ഭരണസമിതിയുടെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും 6 മാസം കഴിഞ്ഞ് അധികാരം നേടിയെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഡിസംബർ 12-ാം തീയതി തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ ജൂലൈ 7-ാം തീയതിയാണ് ഞങ്ങൾക്ക് അധികാരം കിട്ടുന്നത്. ഈ സാഹചര്യത്തിൽ പത്തനാപുരം താലൂക്ക് സമാജത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പം കുറ്റം പറയുന്ന പ്രൊഫസർ കൃഷ്ണൻകുട്ടിക്കും അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രനും എന്റെ പ്രിയ സുഹൃത്ത് NB ജോണിനുമൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഭരണമേറ്റു 1 വർഷം കഴിയുമ്പോൾ 68 ലക്ഷം രൂപയുടെ ആദായ നികുതി അടയ്ക്കണമെന്നുള്ള നോട്ടീസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ പ്രസിഡന്റ് ഇതിനെ എങ്ങനെ മറികടക്കാനാവും എന്ന ഉപദേശം തേടുന്നതിന് വേണ്ടി ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണുവാൻ കമ്മിറ്റി അനുവാദം കൊടുത്തു. ഈ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പുനലൂരെ മികച്ച ചാർട്ടേഡ് അക്കൗണ്ടിന് വേണ്ടി കണ്ടതിനു ശേഷം ഇതൊരു ചാരിറ്റി സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചാൽ ഇൻകം ടാക്സ് ഒഴിവാക്കി കിട്ടും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ 3 പേരെ ഒരു ചാരിറ്റി സൊസൈറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും അതിന്റെ അജണ്ടകളും നിയമങ്ങളും നിയമ നടപടികളും നടത്തുന്നതിനും വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ എല്ലാവർക്കും ചാരിറ്റി രജിസ്റ്റർ ചെയ്യണമെന്നുള്ള അഭിപ്രായമുണ്ടെങ്കിലും ഇതിന് മുതിരാൻ ബഹുമാനപ്പെട്ട പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ സെക്രട്ടറിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഇതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കി കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അതിനു മുമ്പ് തന്നെ പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ പൊതുയോഗത്തിൽ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി തീരുമാനം കൈക്കൊണ്ടതായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വന്നാൽ ഇതിന്റെ മിനിറ്റ്സും ഇതിന്റെ രേഖകളും ഞാൻ നിങ്ങളെ കാണിക്കാവുന്നതാണ്. താൻ മാനേജറായി സ്ഥാനമേൽക്കുമ്പോൾ സമാജത്തിന്റെ ബാങ്ക് ബാലൻസ് 0 എന്നാൽ തന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സമാജം സ്കൂളുകളിൽ വലിയ മാറ്റമുണ്ടായത്. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് പലതും ചെയ്തത്. താൻ യാതൊരു തരത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ 100 കോടി വെട്ടിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കള്ളപ്രചരണം നടക്കുന്നതായി അറിയുന്നു. ആ സ്കൂളിനെ എന്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി 5ഓളം ബസ്, 5 പുതിയ ബസും 6 വർഷത്തെ CC ഇട്ട് എടുത്തിരുന്ന ഒരു ബസും കൂടി 6 ബസുകളും ശമ്പളം വാങ്ങാതെ നിന്ന 9 ഓളം അധ്യാപകർക്ക് ശമ്പളം വാങ്ങിക്കൊടുക്കുന്നതിനും
4 തൂണിൽ മാത്രം നിലനിന്നിരുന്ന ലൈബ്രറി കെട്ടിടം ഇപ്പോൾ മനോഹരമായി പണിയെടുപ്പിച്ച് അതിന്റെ ഉദ്ഘാടനവും നിറവേറ്റിയിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ഇവിടെ 40 ലക്ഷത്തിലധികം രൂപ എന്റെ സ്വന്തം കയ്യിൽ നിന്ന് ചെലവാക്കി കഴിഞ്ഞ 2 കൊല്ലക്കാലം സ്കൂളിനെ മെയിൻറ്റെയിൻ ചെയ്ത് യാതൊരു പരാതിയുമില്ലാതെ സ്കൂള് നടത്തിക്കൊണ്ടുപോയിരിക്കുന്ന അവസരത്തിൽ ന്യൂസ് ബ്യൂറോ, പുനലൂർ. കസ്തൂരി രംഗൻ റിപ്പോർട്ട് ബാധിക്കുന്ന കിഴക്കൻ മേഖലയിലെ തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, അലയമൺ പഞ്ചായത്തുകളിൽ ഡിസംബർ ആദ്യവാരം അവകാശ പ്രഖ്യാപന കൺവെൻഷൻ ചേരും. സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പഞ്ചായത്തുകളിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും, കാറ്റഗറി എ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ എത്തരത്തിലാണ് തുടങ്ങിയ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. എല്ലാ കക്ഷികളും ചർച്ച ചെയ്ത അന്തിമ തീരുമാനം രൂപപ്പെടുന്നതുവരെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല എന്നും സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതി തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, അലയമൺ പഞ്ചായത്തുകളിൽ തെളിവെടുപ്പ് നടത്തണമെന്നും യോഗത്തിൽ തീരുമാനമുണ്ടായി. ഇതിന്റെ കോപ്പികൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് മലയാളത്തിൽ എങ്കിലും ഇംഗ്ലീഷിലും മലയാളത്തിൽ അവർക്ക് പഠിക്കാൻ ഉതകുന്ന തരത്തിൽ സമയമെടുത്തുകൊണ്ട് തന്നെ അത് എത്തിക്കും എന്നുള്ളതാണ് ഒന്ന്. പിന്നൊന്ന്, നെറ്റിലൂടെ ഇത് ആർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകും. MLA-മാർക്കും ഇത് എത്തിക്കും എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും കൂടാം. MLA-മാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് വീണ്ടും കൂടാം. ഞങ്ങൾ അതിനിടയിൽ വെച്ച് ഈ പറയുന്ന കേരളത്തിലൊട്ടാകെ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വില്ലേജുകൾ 123 വില്ലേജുകളാണ്. ആ 123 വില്ലേജുകളിലും എല്ലാ വില്ലേജിലും അല്ലെങ്കിലും ജില്ല തിരിച്ച് ചില കേന്ദ്രങ്ങളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യും. കസ്തൂരി രംഗൻ കമ്മിറ്റി അല്ല, കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആശങ്കകൾ ഒഴിവാക്കി സംസ്ഥാന ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്ത് സംസ്ഥാന ഗവൺമെന്റ് ആ റിപ്പോർട്ട് കേന്ദ്രത്തെ അറിയിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഡിസംബർ ആദ്യവാരമാണ് അവകാശ പ്രഖ്യാപന കൺവെൻഷൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, ആര്യങ്കാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം, അലയമൺ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ CPI പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്ന് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി C. അജയ് പ്രസാദ് പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ജനദ്രോഹ വ്യവസ്ഥകൾക്കെതിരെയാണ് ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകളിലെ കർഷകരെയും പൊതുജനങ്ങളെയും അണിനിരത്തി സമരം സംഘടിപ്പിക്കുന്നതെന്ന് CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി D. അജയ് പ്രസാദ് അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളും പ്രോജക്ടുകളും കാറ്റഗറി എ അനുശാസിക്കും വിധം വേണമെന്നുള്ള വ്യവസ്ഥ ഇക്കോ ടൂറിസം ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളെയും തകിടം മറിക്കുന്നതാണ്. റിപ്പോർട്ടിൽ ഭേദഗതി വരുത്തും വരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം താലൂക്കിനെ സംബന്ധിച്ച് 8ഓളം വില്ലേജുകൾ ഈ കസ്തൂരി രംഗൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 8 വില്ലേജുകളിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവിടുത്തെ സാധാരണ ജനങ്ങളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, കൃഷിക്കാരുണ്ട്, മറ്റുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന ഈ മേഖലയിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ അത് വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഈ മേഖലയിലെ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് CPI എതിരല്ല. എന്നാൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ പട്ടയമില്ലാത്ത എത്രയോ കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുകയാണ്. ആ പട്ടയമില്ലാത്ത കുടുംബങ്ങൾക്ക് ഇനി ഒരിക്കലും കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ പട്ടയം കിട്ടാൻ പോകുന്നില്ല. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു 5 സെന്റ് വസ്തു വിറ്റ് തന്റെ മക്കളെ കെട്ടിക്കണം എന്ന് ഏതെങ്കിലും മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലും നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം വളർന്നു വരേണ്ടതും അതിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 28-ാം തീയതി തെന്മല DFO ഓഫീസിലേക്ക് കൃഷിക്കാരും ഈ മേഖലയിലെ മറ്റുള്ള ജനങ്ങളെയും ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ചും ധർണയും CPI കൊല്ലം ജില്ലാ സെക്രട്ടറി R. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തെന്മല. ആദർശവും വിശുദ്ധമായ ജീവിതശൈലിയും ആധുനിക കാലഘട്ടത്തിൽ കുറഞ്ഞുവരികയാണെന്ന് ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്തിയോസ്.
KPCCയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി പത്തനാപുരം ഗാന്ധി ഭവനിൽ സംഘടിപ്പിച്ച പുരസ്കാരദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദർശശുദ്ധിയും ജീവിതവിശുദ്ധിയും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി ഉണ്ടാകേണ്ടതല്ലെന്നും സമസ്ത മേഖലയിലുള്ളവർക്കും വേണ്ടതാണെന്നും മാവേലിക്കര രൂപതാമെത്രാൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് തിരുമേനി പറഞ്ഞു. സർവശക്തനെ മറന്ന് കാണപ്പെടുന്ന ദൈവങ്ങളായ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിലെ സഹോദരീ സഹോദരന്മാരെ വിസ്മരിച്ചുകൊണ്ട് ഇണയായി തുണയായി ദൈവം നൽകിയ ഭാര്യയെ ഭർത്താവിനെ അവഗണിച്ചുകൊണ്ട് ദാമ്പത്യ വല്ലരിയിൽ നിന്ന് മുളയെടുക്കുന്ന അനന്ത സാധ്യതകളുള്ള രക്തത്തിന്റെ രക്തവും മജ്ജയുടെ മജ്ജയുമായ കുഞ്ഞുങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചിന്തിച്ചുകൊണ്ട് സമൂഹത്തെ ഒന്നായി കാണുവാൻ ഒരു സാംസ്കാരിക സമിതിയുടെ സാന്നിധ്യം ആവശ്യമാണ്. നമ്മയൊക്കെ സംസ്കരിച്ചെടുക്കേണ്ടതിന്റെ ശുദ്ധീകരിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. മനുഷ്യനിൽ നിന്ന് അകലുമ്പോഴാണ് ഈശ്വര സാന്നിധ്യം മനുഷ്യ മനസ്സുകളിൽ ഭരിക്കുന്നത്. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ മനുഷ്യന്റെ ഹൃദയത്തിൽ ജനിക്കുന്നു എന്ന് വയലാർ പാടുകയുണ്ടായി. സംസ്കാര സാഹിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം ഷാൻ അധ്യക്ഷനായി. സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മഹത് വ്യക്തികളെ സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ പുരസ്കാരം നൽകി ആദരിക്കുമെന്ന് അഡ്വക്കേറ്റ് ഷാൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാത്തിമ ഖാൻ വിശിഷ്ട വ്യക്തികളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ മുഖ്യപ്രഭാഷണം നടത്തി. വ്യവസായ രംഗത്തെ മികവും സാമൂഹ്യ സേവന സന്നദ്ധതയും കണക്കിലെടുത്ത് സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരം ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് തിരുമേനിയിൽ നിന്ന് പുനലൂർ കുമാർ പാലസ് ഹോട്ടൽ ഉടമ സതീഷ് കുമാറും പവിത്രം ജ്വല്ലറി ഉടമ സാബു തോമസും ഏറ്റുവാങ്ങി. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, ഷീജ ഷാനവാസ്, എം ഷേഖ് പരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊട്ടാരക്കരയിലെ ബാറ്റായുടെ ഷോറൂമിൽ കഴിഞ്ഞ രാത്രി നടന്ന മോഷണത്തിൽ 30,000 രൂപയും വിലപിടിപ്പുള്ള വസ്തുക്കളും അപഹരിക്കപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. 30,000 രൂപയും വിലപിടിപ്പുള്ള ബെൽറ്റുകൾ, പേഴ്സ്, ലേഡീസ് ബാഗ്, ചെരുപ്പുകൾ, ഷൂസുകൾ തുടങ്ങിയവയും നഷ്ടപ്പെട്ടതായി ജീവനക്കാർ പറഞ്ഞു. രാവിലെ 9:45 വന്ന് ഷോപ്പ് തുറക്കാൻ വന്നപ്പോൾ ഷോപ്പ് ഇതേപോലെ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പം അകത്ത് ഞങ്ങൾ പെട്ടെന്ന് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. SI ഇവിടെ വന്നു. ഇതേപോലെ കുറേ പേൽസും സ്റ്റോക്കിലും പോയിട്ടുണ്ട്. ക്യാഷായിട്ട് 30,000 രൂപ പോയിട്ടുണ്ട്. ഷോറൂമിന്റെ ലോക്കിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാക്കാതെയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. പണം സൂക്ഷിക്കുന്ന പെട്ടിയുടെ നമ്പർ ലോക്ക് തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. പണപ്പെട്ടിയുടെ ഡ്രോ തകർത്തിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ ഷോറൂമിൽ പരിശോധന നടത്തി. കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊട്ടാരക്കര ട്രാഫിക് ഐലൻഡിന് സമീപത്താണ് 1 വർഷമായി ബാറ്റയുടെ ഷോറൂം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ശതാബ്ദി ആഘോഷിക്കുന്ന പിറവന്തൂർ മോഡൽ UPS കിഴക്കൻ മേഖലയിൽ ചരിത്രപരമായ പുരോഗമനത്തിന്റെ ചുക്കാൻ പിടിച്ചുവെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന പിറവന്തൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ കാർഷിക മലയോര മേഖലയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ചരിത്രപരമായ പങ്കാണ് വഹിച്ചതെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. കഴിഞ്ഞുപോയ തലമുറകൾക്ക് പഠിക്കാനുള്ള അവസരമൊരുക്കിയത് ഈ വിദ്യാലയ മുത്തശ്ശിയാണ്. സ്കൂളിന് ഭൌതികമായ പുരോഗതി സൃഷ്ടിക്കുന്നതിൽ ത്രിതല പഞ്ചായത്തും MPയും MLAയുമെല്ലാം മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് യാതൊരു ക്ഷാമവുമില്ല. നിങ്ങൾ ചോദിക്കുന്ന എന്തും തരുന്ന ജനപ്രതികളായി നിങ്ങളുടെ MLAയും MPയും അതുപോലെ തന്നെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മാറിയിരിക്കുന്നു. ഇനി ഈ ഗേറ്റ് മനോഹരമായ 100 വർഷത്തെ ഇതിന്റെ ആഘോഷങ്ങളുടെ സ്മാരകമായി ഈ സ്കൂളിന് ഒരു ഗേറ്റ് വരാൻ പോകുന്നു. KB ഗണേഷ് കുമാർ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശിസുകളോടെ തുടക്കം കുറിച്ച സ്കൂൾ എല്ലാ കാലത്തും പുരോഗതിയുടെ പാതയിലാണെന്നും സ്കൂളിന് പുതിയ ബസ് വാങ്ങി നൽകാനായതിൽ അഭിമാനമുണ്ടെന്നും ഗണേശ് പറഞ്ഞു. സ്കൂളിന് ബഹുനില മന്ദിരം നിർമ്മിച്ചു നൽകുമെന്നും ഗണേശ് പറഞ്ഞു. PTA പ്രസിഡന്റ് നജീബ് ഖാൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി C ജയപ്രകാശ് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ സന്ദേശം വേദിയിൽ വായിച്ചു. ലോഗോ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ നിർവഹിച്ചു. കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജോസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആരോമലുണ്ണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഋഷി ജാമാൾ, N സത്യാനന്ദൻ, ഗണേഷ് പ്രമോദ്, DEO CV ലിജി,
പുനലൂർ വിദ്യാഭ്യാസ ഓഫീസർ MR നരേന്ദ്രനാഥ്, N സുരേന്ദ്രൻ, പിറവന്തൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം കഴിക്കുന്നതിനുള്ള പാത്രങ്ങൾ പുനലൂർ ലയൺസ് ക്ലബ്ബ് സംഭാവന ചെയ്തു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്ര പിറവന്തൂർ ജംഗ്ഷനിൽ നിന്ന് അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് കൈകാലുകളുടെ രൂപത്തിൽ വിളഞ്ഞ മധുരക്കിഴങ്ങ് കൗതുകമാകുന്നു. പാദത്തിന്റെയും കൈപ്പത്തിയുടെയും രൂപത്തിലുള്ള കിഴങ്ങിൽ വിരലുകളുമുണ്ട്. മനുഷ്യന്റെ കാലിന്റെയും കൈപ്പത്തിയുടെയും രൂപത്തിൽ വിളഞ്ഞ മധുരക്കിഴങ്ങ് കൗതുകമായി. പത്തനാപുരം കിഴക്കേ ഭാഗം പാലവിള കുട്ടപ്പന്റെ ഭൂമിയിലാണ് പ്രകൃതിയുടെ ഈ വികൃതി. കൈകാലുകളുടെ രൂപസാദൃശ്യമുള്ള മധുരക്കിഴങ്ങിൽ വിരലുകളുമുണ്ട്. കഴിഞ്ഞ വിളവെടുപ്പിൽ ഇതേ സ്ഥലത്തു നിന്ന് കിളച്ചെടുത്ത ഇഞ്ചിയിലും കൈകാലുകളോട് രൂപസാദൃശ്യമുള്ളവ ലഭിച്ചിരുന്നു. ഏതായാലും പ്രത്യേകതകളുള്ള മധുരക്കിഴങ്ങ് കാണാൻ സന്ദർശകർ ധാരാളം എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ഡലകാലം തുടങ്ങിയിട്ടും അയ്യപ്പന്മാർക്ക് ഇടത്താവളമൊരുക്കാത്ത പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തം. അയ്യപ്പന്മാർക്ക് സൌകര്യമൊരുക്കാൻ ഫണ്ടില്ലെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. അസൌകര്യങ്ങൾ ഏറെയെന്ന് അന്യസംസ്ഥാന തീർത്ഥാടകർ. പത്തനാപുരം താലൂക്ക് സമാജം അസ്ഥിരപ്പെടുത്തി പത്തനാപുരം താലൂക്ക് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് പ്രസിഡന്റിന്റെ അറിവോടെ എന്ന് മാനേജർ എബ്രഹാം ജോർജ്. 100 കോടിയുടെ അഴിമതി നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും എബ്രഹാം ജോർജ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ CPIയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നു. കൊട്ടാരക്കരയിൽ ബാറ്റ ഷോറൂമിൽ മോഷണം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.